സോ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ്. ആണോ കോഴി കൂവുന്നു, ബാലി കോഴി കൂവിക്കുന്നു. ഞങ്ങൾ താമസിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ ഇപ്പം സമയം 5 മണി. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാൻ പോവാണ്. കോഴി കൂവുന്നുണ്ടോ രാവിലെ? അത് മൊത്തം കോഴിയാണ് ഗൈസ്. എവിടെയാടാ കോഴി? ഈ വീട്ടിൽ ഫുള്ള് കോഴിയാട്ടോ. അടച്ചിട്ടിരിക്കുക രാത്രിയിൽ കോഴിയെ. നോക്കാൻ പറ്റില്ല കേട്ടോ, കൂട്ടിയിട്ടിരിക്കുക. ബാലി ട്രാഫിക്കിന് വളരെ പേര് കേട്ടൊരു സ്ഥലമാണ്. എന്തോ ഇന്നലെ കണ്ടില്ലേ കോഴീനെ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പകലൊക്കെ എയർപോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊന്ന് ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സമയമൊന്നും മനസ്സിലാവില്ല. ഗ്രാബ് എടുത്തിട്ട് ടാക്സി ബുക്ക് ചെയ്യാൻ നോക്കണം, അപ്പോൾ കറക്റ്റ് സമയം കാണിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പ് നോക്കണം. ഗൂഗിൾ മാപ്പിൽ കാണുന്നതിൽ ഇരട്ടി സമയമൊക്കെ ചിലപ്പോൾ എടുത്തുനിന്നിരിക്കും. ഭയങ്കര വലിയ എയർപോർട്ടാണ് കേട്ടോ. പേരാണ് ഭയങ്കര രസം കണ്ടല്ലേ, ക്രിസ്ത്യൻ എയർപോർട്ട്. അങ്ങനെ ഞങ്ങൾ ഡെൻപസാർ ബാലി എയർപോർട്ടിലെത്തി. ഇവിടുന്ന് രാവിലെ 8 മണിക്കുള്ള ഇന്റർനാഷണൽ ഇവിടുന്ന് രാവിലെ 8 മണിക്കുള്ള ഹോങ്കോങ് എയർലൈൻസിൻ്റെ വിമാനത്തിലാണ് നമ്മളിന്ന് ഹോങ്കോങ്ങിലേക്ക് പോകാൻ പോകുന്നത്. കത്തേ പസഫിക് ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് ഹോങ്കോങ് എയർലൈൻസ് ഞങ്ങൾ ആദ്യമായിട്ടാണ്. അത് കണ്ടോ, ഇൻഡിഗോ സിംഗപ്പൂർ സിഡ്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടോ. അത് ഈ ഇൻഡിഗോ കോഡ് ഷെയർ ഉള്ളതുകൊണ്ടാണ് സിംഗപ്പൂർ സിഡ്നിയൊക്കെ കാണിക്കുന്നത്. ഇൻഡിഗോയ്ക്ക് എനിക്ക് തോന്നുന്നു ഏതോ എയർലൈൻസ് ആയിട്ടൊക്കെ ഇവിടെ കോഡ് ഷെയർ ഉണ്ട്. കൊള്ളാമല്ലോ, ഇൻഡിഗോ ഭയങ്കര സംഭവം കേട്ടോ. ഇൻഡിഗോയ്ക്ക് ജെറ്റ് സ്റ്റാറുമായിട്ട് ഒരു കോഡ് ഷെയർ ഉണ്ട്, അതാണ് സിംഗപ്പൂർ സിഡ്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കിനും ഭയങ്കര തിരക്കാണ് ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്നതിന് വേണ്ടി. അന്നേരം നോക്കിയപ്പോഴത്തേക്കിനും ഇവിടെ ഇൻ്റർനെറ്റ് ചെക്കിങ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു സെപ്പറേറ്റ് ക്യൂ ഉണ്ട്, അവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ ഇൻ്റർനെറ്റ് ചെക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ചെക്കിങ് ചെയ്തായിരുന്നു. അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. ചില സമയത്ത് ഓൺലൈൻ ചെക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഗൈസ്, ഞങ്ങളിവിടെ ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ നേരം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇത് കണ്ടോ, അതായത് $129 നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്ന. അത് നല്ലൊരു ഡീലാണ്. നമുക്ക് എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് ലാസ്റ്റ് ടൈം ഡീല്? ശരിക്കും അതിൻ്റെ പ്രൈസ് കണ്ടോ, $410 വരേണ്ടതാണ്. ലാസ്റ്റ് സമയം ആയതുകൊണ്ട് 129 നമുക്ക് കിട്ടും. എന്താണ് കുട്ടാ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ആര് കൊണ്ടുപോകും ബാഗ്? അത് അവർ കൊണ്ടുവന്നോളും കേട്ടോ, ഡോൺ വരിയേ. നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല റിഷ. ഇല്ലടാ, അവൻ്റെ ബാഗാണ് അവൻ്റെ പ്രശ്നം. അവൻ്റെ ടോയ്സ് ഉള്ള ബാഗ് അവന് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് അവൻ്റെ ആവശ്യം. നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ എങ്ങോട്ട് പോകുന്ന ശ്രീലങ്കയിൽ നിന്ന് ബാലിയിലോട്ട് വന്ന വീഡിയോ നോക്കും. കൊച്ചിന്ന് മുതൽ തുടങ്ങിയതാ. അയ്യോ, ഒന്നും പറയണ്ട ഗൈസ്. 1-to-1 കോൺഫിഗറേഷൻ ആണ്, അടിപൊളിയാണ് കേട്ടോ. ഇത് ഭയങ്കര ലോട്ടറി ആയിപ്പോയല്ലോ. ഇത് അവിചാരിതമായിട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് ഗൈസ്, ഇത് പ്ലാൻഡ് അല്ല. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കിനും നല്ല, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒന്ന് കണ്ണും പൊട്ടി നോക്കിയെടുക്കും. ഇതിപ്പം 3 പേരാണെങ്കിലും നമ്മൾ എടുക്കും, കാരണം അത്ര നല്ല പ്രൈസാണ്. സോ അവർ ബാഗ്സ് വിൽ കം പ്രയോറിറ്റി ഗൈസ്. പ്രയോറിറ്റി ടാഗ് കിട്ടി. പിന്നെ അവർ പറഞ്ഞ എന്താണ്, എക്കണോമിക് ക്ലാസ്സിൽ മീലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞോ, അങ്ങനെ പറഞ്ഞോ. ലാസ്റ്റ് മിനിറ്റ് അല്ലേ അവർക്ക് മീല് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. പക്ഷെ എന്നാൽ ലാഭമാണ്, കുഴപ്പമില്ല, ഫുഡല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ബിസിനസ് ക്ലാസ്സിൻ്റെ ഡൈനിങ് ആണ് എക്സ്പീരിയൻസ്. പക്ഷേ അവർ കൊണ്ടുവരും പെട്ടി. എടി ഇവരെന്തു പടി പ്രശ്നം? എന്നാൽ നീ കൂടെ കയറി പോകാം പെട്ടിക്കകത്ത്. പോന്നോ? എന്നെ കൂടെ പെട്ടിക്കകത്ത് വിടട്ടെ? പെട്ടിക്കകത്ത് പോവോ? അങ്ങനെ ഫൈനലി വി ആർ ഇൻ ദ ഡിപ്പാർച്ചർ ഏരിയ, ഡ്യൂട്ടി ഫ്രീ ഏരിയ. അയ്യോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ കോമഡി ആയിരുന്നു അല്ലേ, ഭയങ്കര രസമായിരുന്നു. അതായത് ഞങ്ങൾ അവിടെ അപ്ഗ്രേഡിന് കൊടുത്ത് പിന്നെ ഇവർക്ക് 100 കൂട്ടം പേപ്പർ വർക്കാണേ. പേപ്പർ വർക്ക് എന്ന് പറഞ്ഞാൽ പേപ്പർ വർക്ക് അവിടെ ഇത് അപ്ഗ്രേഡ് ചെയ്ത് തരണമെങ്കിൽ സത്യം പറഞ്ഞാൽ കഷ്ടമാണ്. ബിസിനസ് ക്ലാസ് ആൾക്കാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഈ ബോർഡിംഗ് പാസിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കും, ഇവരുടെ ഒരു ലോഗോ. അത് ഒട്ടിച്ചിട്ട് തരുമ്പോഴാണെന്ന് തോന്നുന്നത് ബിസിനസ് ക്ലാസ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അതിൻ്റെ മേളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, താങ്ക് യു ഫോർ ചൂസിങ് ഹോങ്കോങ് എയർലൈൻസ് ആൻഡ് പർച്ചേസിംഗ് അവർ എയർപോർട്ട് അപ്ഗ്രേഡ് സർവീസ്. യുവർ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഇൻക്ലൂഡ്സ് ആക്സസ് ടു ഹോങ്കോങ് എയർലൈൻസ് ലോഞ്ച്, പ്രയോറിറ്റി ബോർഡിംഗ്, പ്രയോറിറ്റി ബാഗേജ് എലോങ് വിത്ത് അവർ എക്കണോമിക് ക്ലാസ് ഡൈനിങ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പോരാത്തതിന് പൈസ കൊടുക്കുന്ന സമയത്ത് ശ്വേതയുടെ നിന്ന് ഒപ്പിട്ട് വരെ വാങ്ങിച്ച് വഴക്കുണ്ടാക്കണമല്ലോ. അതിൽ കയറിയിട്ട് എനിക്ക് ബിസിനസ് ക്ലാസ് മീൽസ് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എക്കണോമിക് ക്ലാസ് മീൽസാണ് നിങ്ങൾക്ക് തരികയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളത് ഓക്കെ ആണെന്നും പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് വരെ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ബട്ട് വി ഗെറ്റ് ഓൾ ദ ആക്സസ് ടു അതർ തിങ്സ്. അവിടെ പോയി അങ്ങോട്ട് പോയിട്ടുണ്ട്, നോക്കാം. നമ്മൾ ഒരുമിച്ച് സെക്കൻഡ് ടൈം അല്ലേ ബിസിനസ് ക്ലാസ്സിൽ പോകുന്നത്? ബഷീയുടെ സെക്കൻഡ് ടൈം.
യെസ്, ഋഷിയുടെ സെക്കൻഡ് ടൈം അടുത്താണ് ഞങ്ങൾ ബിസിനസ് ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ലൗഞ്ചിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനിയിപ്പം ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ബിസിനസ് ക്ലാസ് ആകുമ്പോൾ ആദ്യം കയറണം, ആദ്യം കയറിയിട്ട് അവിടെ ഇരിക്കണം. കുറച്ച് സമയം കൂടുതലിരിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. ഓ, ഇത് അടിപൊളി കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് ഇവിടെ. നോക്കി, എല്ലാം ബാലി സ്റ്റൈൽ സംഭവങ്ങളൊക്കെയാണ്. ഹായ്. ഓ അതല്ലേ, നമ്മൾ ഹോങ്കോങ്ങിലേക്കാണ് പോകുന്നത്. അവിടെ തണുപ്പായിരിക്കും. ഒരു ചുരുട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചിയുടെ, ഒരു അമ്മൂമ്മയുടെ ഫോട്ടോ കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. ഇതെന്താണെന്നറിയോ? ബാലി കോക്കനട്ട് അറക്ക്, അതായത് നമ്മുടെ ചാരായം ഇല്ലേ, ആ സാധനം, കള്ള് ചാരായം, ആ സാധനമാണ് ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഇരിക്കുന്നത്. ബാലി കോക്കനട്ട് അറക്ക്, ബാലിനീസ് ലിക്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറൈറ്റി കുപ്പികളുടെ കുറേ ലിക്കറൊക്കെ ഇവിടെ ഉണ്ട്. അത് എടുക്കാൻ പറ്റില്ല, അത് എടുക്കുന്ന പോളല്ല കേട്ടോ, അത് ക്ലോസ്ഡാ, അത് വർക്കിംഗ് അല്ല അത്. ഇതാണ് ഗൈസ് ബാലി എയർപോർട്ടിൽ എമാൻ, കണ്ടില്ലേ? നോക്കി, ഋഷിക്ക് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് പോയി നിൽക്കുകയാണ്. ഫോട്ടോ എടുത്തിക്കണം, നോക്കി, ഫോട്ടോ എടുക്കട്ടെ. യെസ്, ഇതൊരു പുതിയ ലോഞ്ചാണ്, തുജുവാൻ ലോഞ്ച് എന്നും പറഞ്ഞുകൊണ്ട്. ഇവിടെ പണ്ട് അതോ ഇത് ഇവിടുത്തെ പുതിയ ലോഞ്ചാണോ എന്നറിയത്തില്ല, എന്താണെന്ന് അറിയില്ല. ദിസ് ഈസ് സംതിങ് ന്യൂ, തുജുവാൻ ലോഞ്ച്. നമുക്ക് അതിനപ്പുറത്തുള്ള കോൺകോഡിയ ലോഞ്ചിലാണ് നമുക്ക് ആക്സസ് വന്നിരിക്കുന്നത്. തുജുവാൻ ലോഞ്ച്, ഐ തിങ്ക് ഇറ്റ്സ് എ ന്യൂ വൺ. പിന്നെ ഇവിടെ ഇന്ത്യൻ ഫുഡൊക്കെ വന്നു തുടങ്ങി. പണ്ട് ഇവിടെ ഇന്ത്യൻ ഫുഡൊന്നും ഇല്ലായിരുന്നു. ഡു യു റിമെമ്പർ? ഇപ്പോൾ കണ്ടില്ലേ, ഇന്ത്യൻ ഫുഡിൻ്റെ മെനു ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ. പണ്ട് ബാലി എയർപോർട്ടിൽ കാര്യമായിട്ട് ഇന്ത്യൻ ഫുഡൊന്നും കിട്ടത്തൊന്നുമില്ലായിരുന്നു. പൊട്ടറ്റോ കറി, ഇന്ത്യ ചിക്കൻ തന്തൂരി കബാബ്, ചിക്കൻ ബട്ടർ കറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങളുണ്ട്. നമ്മളങ്ങനെ ലോഞ്ചിൽ വന്നു. ഇത് ഒരു സാധാരണ ലോഞ്ച്, ഒരു പഴയ ലോഞ്ചാണ്. ചെറിയ സ്പൂൺ വേണോ? അപ്പോൾ കൊണ്ട് തരാമേ. ഇവിടെ ഇഷ്ടംപോലെ ഫുഡുണ്ട്. വെജിറ്റേറിയൻ ഫുഡുണ്ട്, വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസ്, പിന്നെ നമ്മുടെ ഇന്ത്യൻ സമോസ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നോൺ വെജും ഉണ്ട്. കയറുമ്പോൾ തന്നെ അവർ പറഞ്ഞു ലിക്കർ ഇല്ല എന്ന് പറഞ്ഞായിരുന്നു കയറുമ്പോൾ തന്നെ. അപ്പോൾ എന്താ പറയുക, എയർലൈൻസ് കൊടുക്കുന്ന ലോഞ്ച് ഇതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് പഴയ ഒരു കുഞ്ഞ് ലോഞ്ചാണ്. ബാലി എയർപോർട്ടിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം. ഇതാരാണ് ഗൈസ്? നോക്കിയേ, ഇത് ബാലി സുഗ്രീവനോ? അതൊന്നും എനിക്കറിയത്തില്ല. ഇതെന്തായാലും നല്ല ഫ്രീക്ക് പുള്ളിയാണ്. ആരാണെന്ന് അറിയത്തില്ല. അതിന് കണ്ടിട്ട് ഹനുമാനെ പോലെ ഉണ്ട്. സർഫ് ബോർഡിൽ നിൽക്കുന്ന പുള്ളിയാണ്, കണ്ടല്ലേ, ഫ്രീക്ക്. ഇത് സിബു പസഫിക് എന്ന് പറഞ്ഞിട്ട് ഫിലിപ്പീൻസിൻ്റെ ഒരു ബഡ്ജറ്റ് വിമാനമാണ്. നമ്മുടെ എയർ ഏഷ്യ പോലെ തന്നെ ഫിലിപ്പീൻസിൻ്റെ ഒരു വിമാനമാണ്. അപ്പോൾ അതിനപ്പുറത്ത് ഇത് ആ കിടക്കുന്നതാണ് നമ്മുടെ ഹോങ്കോങ് എയർലൈൻസിൻ്റെ എയർബസ് A330 വിമാനം. 12 വർഷം പഴക്കമുള്ള ആ ഒരു വിമാനത്തിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അത് ഓൾറെഡി ഇവിടെ വന്ന് കിടപ്പുണ്ട് ഹോങ്കോങ്ങിൽ നിന്ന്. അവിടെ ഒരു സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിമാനം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഋഷിയുടെ. ഓ വാവ്. യെസ്, അവർ ഓൾറെഡി അത് ബോർഡിംഗ് തുടങ്ങി കേട്ടോ. Hello sir, can I see passport boarding pass? Prepare passport boarding pass. Thank you. അവൻ്റെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും അവൻ തന്നെ പിടിക്കണം ശ്വേത, എന്നാലും അവന് സമാധാനമുള്ളൂ. താങ്ക് യു സോ മച്ച്. കം ഋഷി, കം. ട്രാൻസ്ന്യൂസൊക്കെ ഒരു ചൈനീസ് നിർമ്മിത വിമാനമുണ്ട്, കൊമാക്ക് എന്ന് പറഞ്ഞിട്ട്. എയർബസ് യൂറോപ്പിന്റെ അല്ലേ, അതേപോലെ ബോയിങ് അമേരിക്കയിൽ ഉണ്ടാക്കുന്നതല്ലേ. എംബ്രയർ എന്ന് പറഞ്ഞ സാധനമുണ്ട് ബ്രസീലിലെങ്ങാണ്ട് ഉണ്ടാക്കുന്നത്. അതേപോലെ ചൈന വിമാനം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്, കൊമാക്ക് എന്നും പറഞ്ഞുണ്ട്. അത് ട്രാൻസ്ന്യൂസൊക്കെ ഉണ്ട്, 2-3 എണ്ണം ഉണ്ട്. പിന്നെ ചൈനയിലേ അത് ഓടുന്നുള്ളൂ. ചൈനയ്ക്ക് പുറത്ത് ആകെ വാങ്ങിച്ചിരിക്കുന്ന ട്രാൻസ്ന്യൂസയാണ്. അതിലൊരു വിമാനം 12 ദിവസമായിട്ട് ഇവിടെ കിടപ്പുണ്ട് ഈ എയർപോർട്ടിൽ. ഞാനിങ്ങനെ നോക്കിയായിരുന്നു. മനസ്സിലായോ ഋഷി? ബാക്കാം. Appa will keep it, okay? Don't worry. Thank you. അപ്പാടയിലുണ്ടേ. ഞാൻ പിടിച്ചോളാം, അപ്പ പിടിച്ചോളാം. ഋഷി ഇറങ്ങ്, അപ്പ പിടിച്ചോളാം. 15EHF അതാണ് നമ്മുടെ കേട്ടോ. ഇവിടെ ദിസ് വേ 2 എയർ ബ്രിഡ്ജൊക്കെ കണക്ട് ചെയ്ത് എന്താ സെറ്റപ്പ് അല്ലേ. നല്ലതായാൽ മതിയായിരുന്നു. ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് 1-to-1 കോൺഫിഗറേഷനാണ്. തൊട്ടോളൂ ഋഷി. You can touch. Hi, Bara. So he wants to touch. First he wants to touch, then he wants to feel, then only he will enter. Yeah. Very good. Number 16. H, E and Okay. F. So maybe 2 of you can go other opposite side. and turn Yeah. right. Yeah. Rishi, okay, you go with. Opposite, turn right. Ba. Come with us. Yeah. ഇത് അടിപൊളിയാണല്ലോ. ഇത് കൊള്ളാല്ലേ? Nice. These two and this is my seat, right? 15H. Oh yeah, thank you. Who is going to sit here? Now you sit with Amma. You can't see anything from the window. Like ഫസ്റ്റ് ക്ലാസ് ആണോ? ഇത് ബിസിനസ് ക്ലാസ് ആണല്ലോ. ഇഷ്ടപ്പെട്ടോ ഋഷിക്ക് സീറ്റൊക്കെ? ബിസിനസ് ക്ലാസ്സിലെ
ഇഷ്ടപ്പെട്ടോ? മോളോ എനിക്ക് വയ്യ. അതെ, അതൊന്നും അതിന്റെ മേലൊന്നും കയറി ഇരിക്കരുത്. അത് നിന്റെ സീറ്റ് അല്ല. ഒന്നും കാണാൻ പറ്റത്തില്ല ദിശ അവിടെ ഇരുന്ന് കഴിഞ്ഞാല്. അപ്പൊ ഇതാണ് സീറ്റ്. ഇത് അപ്പുറത്തൊന്ന്, നടുക്ക് 2, ഇപ്പുറത്ത് 2 സീറ്റുണ്ട്. ഇതാണ് സീറ്റ്. ചെരുപ്പൊക്കെ കൊണ്ട് തന്നു. സീറ്റിൽ എന്തൊക്കെയുണ്ട് ശ്വേത? എന്തൊക്കെയുണ്ട്? ലൈഫ് ഫ്ലാറ്റ് ബെഡ് ആക്കാൻ പറ്റും. ഒരു പില്ലോ ഉണ്ട്. പിന്നെന്തുണ്ട്? ബ്ലാങ്കറ്റ് ഉണ്ട്. വെള്ളമുണ്ട്. ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. ചാർജർ പോർട്ട് ഉണ്ട്. മാഗസീൻസ് അവിടെ. ലൈറ്റ് ഇവിടെ. നല്ല സീറ്റ് അല്ലേ? ദിസ് ഈസ് ദ ട്രേ ടേബിൾ. പിന്നെ ഇവിടെ ബ്ലാങ്കറ്റ്. ഇത് മറ്റേ വിരിക്കുന്ന സാധനമാണ്. ഏതാ മറ്റേ ബെഡിൽ വിരിക്കുന്ന സാധനമാണ്. അത് പുതയ്ക്കുന്നതല്ല, പുതയ്ക്കുന്നത് അങ്ങനെ എല്ലാ പർപ്പസിനും ഉപയോഗിക്കാം. യൂസ് ചെയ്യാം. പിന്നെ ഡിസ്പ്ലേ ഒക്കെ ഒരു പഴയ ചാത്തൻ ഡിസ്പ്ലേയാ അല്ലേ? അതൊരു സുഖമില്ല. ചേട്ടാ, നമ്മള് മിക്കവാറും ഇവനും നമ്മൾ 3 പേരും കൂടി ഇവിടെ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത് അല്ലേ? ആണോടാ? നിനക്കല്ല, ഇങ്ങ് വാ, ഇവിടെ ഇരുന്നേ. പറ, നീ അല്ലേ പറഞ്ഞ നിനക്ക് വിൻഡോ സീറ്റ് വേണമെന്ന് അല്ലേ? എവിടെ വിൻഡോ സീറ്റ് വേണ്ട ഇപ്പൊ? അതായത് ഇവിടെ 2 ടൈപ്പ് വിൻഡോ സീറ്റ് ഉണ്ട്. ഒന്ന് വിൻഡോയുടെ ചേർന്നുള്ളതും ഒന്ന് വിൻഡോയുടെ ഇപ്പുറത്തുള്ളതും. അപ്പോൾ വിൻഡോയുടെ ഇപ്പുറത്തുള്ള സീറ്റാണ് നമുക്ക് കിട്ടിയത്. നമുക്കറിയില്ലല്ലോ, നമ്മൾ ഇവിടെ നിന്ന് എടുത്തതല്ലേ. അപ്പോൾ അത് അപ്പുറത്തെ സീറ്റായിരുന്നു, നമുക്ക് വിൻഡോ കാണാമായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ. അവിടെ കിടക്കുന്ന വിമാനം കണ്ടോ? ചൈന സദേൺ എയർഏഷ്യ ഒക്കെ കിടക്കുന്നുണ്ടോ? അവിടെ പോയി നിന്ന് നോക്കിക്കേ. അവിടെ പോയി നിന്ന് നോക്കാം, അവിടെ ഉണ്ടല്ലോ. അവന്റെ ഉദ്ദേശം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കരുത്. ഞങ്ങൾ ഒരുമിച്ചിരിക്കാൻ പാടില്ല, അതാണ് അവന്റെ ഉദ്ദേശം. ട്രാൻസ്ലൂസ് ഒക്കെ ഉണ്ട്, അറിയാമോ നിങ്ങൾക്ക്? സോ ഇതെന്താ സംഭവം പറഞ്ഞാലേ, ബഹളം ഉണ്ടാക്കരുത് കേട്ടോ ഇതിനകത്ത്. പതുക്കെ സംസാരിക്കാൻ പാടില്ല കേട്ടോ. ആണോ? അത് ശരി. അപ്പൊ ഞാൻ ഔട്ടായോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് ഇവിടെ ഇരിക്കാനാ പറഞ്ഞത്. ഋഷിയാണ് ഇത്. ദിസ് ഈസ് ബാഡ്. ഋഷിയാണ് സൈഡ് സീറ്റ് വേണമെന്നും പറഞ്ഞിട്ട് അപ്പൊ സൈഡ് സീറ്റ് എടുത്തത്. അതാ ഋഷിയുടെ സീറ്റ്. അവിടെ പോയിരിക്കണം. അപ്പൊ ഇരുന്നോളൂ, നീ മിണ്ടായി. അപ്പൊ വീഡിയോയിൽ മിണ്ടുവാ. വെയിറ്റ് അപ്പൊ മാറാം. അപ്പൊ സീറ്റ് വലിട്ടാ ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഇത് ഋഷിയുടെ മടി വെക്കാനായിട്ടില്ല കേട്ടോ. അപ്പൊ വിൽ പുട്ട് സീറ്റ് ബെൽറ്റ് ഫോർ യു. സിറ്റ് പ്രോപ്പർലി. വെയിറ്റ്. ബ്ലാങ്കറ്റ് തരാം. ബ്ലാങ്കറ്റ് പുറത്ത് എടുത്ത് എറിഞ്ഞുണ്ടോ? യെസ്, ഇതാണ് ബ്ലാങ്കറ്റ് ഋഷിയുടെ. ഓക്കെ, ആ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോണം കേട്ടോ. ഓക്കെ, അപ്പൊ എൻജോയ്, ഹാപ്പി ജേർണി. ചൈനീസിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ ഋഷിയും ശ്വേതയും മാഗസിൻ വായിക്കുവാണ്. ശ്വേത അവിടെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. എനിക്ക് അത് വെച്ചിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് കാണുകയും കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യാം. ഈ സീറ്റ് സത്യം പറഞ്ഞത് അത്ര പോരാ. കണ്ടല്ലേ, ഒട്ടും പ്രൈവസി ഇല്ലാത്തൊരു സീറ്റ് അത്. അതായത് ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും സീറ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ശരിക്കും ഇപ്പുറത്തായിരിക്കുന്നത് കണ്ടല്ലേ. ലിറ്ററലി നമുക്കൊരു പ്രൈവസി ഒട്ടുമില്ല. നമുക്ക് കാലൊക്കെ മേലെ കയറ്റി വെച്ച് നീണ്ടു വന്ന് കിടക്കാം, പക്ഷേ നമുക്കൊരു പ്രൈവസി ഇല്ല. സീറ്റിംഗ് ലേഔട്ട് ഭയങ്കര മോശമാണ്. എയർ ഇന്ത്യയുടെ ബോയിങ് 777 ചില വിമാനങ്ങളുണ്ട് ഇതേ സീറ്റിംഗ് ലേഔട്ടിലുള്ളത്, പക്ഷേ അത് കുറച്ചുകൂടെ ബെറ്ററായി. ഇത് അത്രയും പോലും ഇല്ല. പിന്നെ സീറ്റൊക്കെ നല്ലതാണ്. ലോങ് ഹോൾ ഫ്ലൈറ്റ് അല്ലല്ലോ, ഷോർട്ട് ഹോൾ ആണല്ലോ, ചെറിയ ഫ്ലൈറ്റ് അല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല അപ്പോൾസ്റ്ററിങ് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ട്രേ ടേബിൾ ഉണ്ടോ, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വലിച്ച് എടുത്ത് വെക്കാൻ ട്രേ ടേബിൾ. പിന്നെ ഹോങ്കോങ് എയർലൈൻസിൻ്റെ പില്ലോ ഉണ്ട്, ബ്ലാങ്കറ്റ് ഉണ്ട്. മെനു ബിസിനസ് ക്ലാസ് മെനു കൊണ്ട് തന്നിരിക്കുന്നത്, പക്ഷേ അതിനകത്ത് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും. ഷാമ്പെയിനും റെഡ് വൈനും വൈറ്റ് വൈനും ബിയറും അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് ലിമിറ്റഡ് ആയിരിക്കും, അത്രേ ഉള്ളൂ. ഇവരുടെ ഈ ഹോങ്കോങ് എയർലൈൻസിൻ്റെ ഈ തീം നമ്മുടെ എയർ ഇന്ത്യയുടെ പുതിയ തീമായിട്ടൊക്കെ ഭയങ്കര സിമിലറാണ്. ആ വിമാനത്തിൻ്റെ ഇൻറ്റീരിയർ കണ്ടില്ലേ, ആ ഒരു റെഡ് കളറും സീറ്റിൻ്റെ കളറും പിന്നെ മെനു ആണെങ്കിലും ഇവരുടെ ഫൗണ്ട് ആണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ എയർ ഇന്ത്യയുടെ ആ ഒരു പുതിയ തീമായിട്ട് ഭയങ്കര സിമിലറാണ്, ഭയങ്കര മാച്ചിങ് ആണ്. ഇനി ഇതൊരു ലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ചെരുപ്പ് കൊണ്ടുവച്ച് തന്നിട്ടുണ്ട്. പിന്നെ അടിപൊളി ഇവർക്ക് മാഗസിൻ ഉണ്ട് കേട്ടോ. മാഗസിൻ്റെ സ്കൈ ഷോപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇൻ ഫ്ലൈറ്റ് മാഗസിൻ അതുണ്ട്. സൈഡ് സിറ്റി വരണോ? സൈഡ് സിറ്റി വരണോ? അവിടെ
എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഋഷിക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? എടാ ഇത് ബിസിനസ് ക്ലാസ്സാ, മനസ്സിലായോ ഋഷിക്ക്? അതാണ് ഇത്രയും സ്പേസ് ഉള്ളത് കസേരയിൽ, മനസ്സിലായോ? നടക്കായിരിക്കുന്നേ നമ്മളല്ലേ, എപ്പോഴും അമ്മേനല്ലേ ഇരുത്തുന്നേ. അതുകൊണ്ട് അമ്മ ഇന്ന് ഋഷി ചെയ്തത്, മനസ്സിലായോ? ഓൺ ടൈം 5 മിനിറ്റ് നേരത്തെ 8:15 പുറപ്പെടുന്ന വിമാനം 8:10 പുഷ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എയർ ഇന്ത്യനൊക്കെ കുറ്റം പറയത്തില്ലേ, ഇവിടെ ഈ സാധനം ഒന്നും വർക്കിംഗ് അല്ല ഗൈസ്. ഇത് കണ്ടില്ലേ, ഇതൊന്നും ഒരെണ്ണം പോലും വർക്കിംഗ് അല്ല. ഇതിൽ നമ്മുടെ വൈഫൈ കണക്ട് ചെയ്തിട്ട് നമ്മളുടെ ഫോണിലോ ഐപാഡിലോ എന്താണെന്ന് വെച്ചാൽ കാണണം. ഇൻഫർടൈൻമെൻ്റ് ഒക്കെ ഇത് വെറുതെ വെച്ചിരിക്കുകയാണ്, ഇത് വർക്ക് ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് സീറ്റൊക്കെ റീഫർബിഷ്ഡ് ആണ്, പക്ഷേ ഈ സാധനമൊക്കെ ഇപ്പോഴും പഴഞ്ചനാണെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, അത് സീറ്റും റീഫർബിഷ്ഡ് ആണോ അതോ 12 വർഷം പഴക്കമുള്ളതാണോ നമുക്കറിയത്തില്ല. എന്തായാലും സംഭവം ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും എയർ ഇന്ത്യ, പുതിയ എയർ ഇന്ത്യയൊക്കെ ഫാർ ബെറ്ററാണ്. ഭയങ്കര കുലുക്കമാണ് ഇവിടുത്തെ. റൺവേ ഭയങ്കര മോശമാണെന്ന് തോന്നുന്നു. എന്ത് കുലുങ്ങി ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത്. വിട്ടല്ലോ. എന്തുവാടാ ഋഷഭ്? എനിക്ക് വയ്യ ഗൈസ്, നോക്ക് ഇതെന്തുവാടാ ഇത്? ഋഷിക്ക് ഓർമ്മയുള്ള സമയത്തെ ഫസ്റ്റ് ബിസിനസ് ക്ലാസ് ആയത്. പണ്ട് ഋഷി ദുബായിന്ന് എയർ ഇന്ത്യയിൽ വന്നപ്പോ അത് എത്ര മാസമാണ്? 6 മാസം ഋഷി ഇപ്പോഴാണ് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ അപ്പം മാത്രം പോയാൽ മതിയോ അല്ലേ? വല്ലപ്പോഴൊക്കെ മോനെ കൂടെ കൊണ്ടുപോണ്ടേ ഇതിൽ കണ്ടോണ്ടിരുന്നു. കിഡ്സിന് എന്റർടൈൻമെന്റ് ഇല്ലെങ്കിൽ ഭയങ്കര ബോറാ സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അത് എന്റർടൈൻമെന്റ് സ്ക്രീൻ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ്. എന്താ വർക്ക് ചെയ്യാത്തൊന്നും അറിയില്ല. ഇതിൽ കണ്ടോട്ടോ. പക്ഷെ ആ ഫോൺ വാങ്ങിച്ചോ അവന്റെ തന്നെ? ഹെഡ്സെറ്റ് പോലും ഇല്ല അല്ലേ? എല്ലാരും എയറിന്റെ കുറ്റം പറയും. ഞാൻ ഒരു ഷാമ്പയിൻ ചോദിച്ചായിരുന്നു, എനിക്ക് ഷാമ്പയിൻ കൊണ്ട് തന്നു. നമ്മുടെ മുമ്പിൽ വെച്ച് ഒഴിക്കുമല്ല, അവര് ഒഴിച്ച് കൊണ്ട് തരികയാണ്. എനിക്കും കൊണ്ട് തന്നു ഷാമ്പയിൻ. ഇന്ന് ഭയങ്കര ബമ്പി റൈഡാണ്. ആടിയാ പോകുന്നത്. ഇതൊട്ടും എന്താ പറയുക, കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് അല്ല കേട്ടോ. അതായത് എന്താ പറയുക, നമുക്കൊട്ടും ഒരു പ്രൈവസി, ഒരു ശകലം പോലും നമുക്ക് ഒരു പ്രൈവസി ഫീൽ ചെയ്യാത്ത ഒരു സീറ്റാണിത്. ഇത് കണ്ട അപ്പുറത്ത് ഒരാൾ കിടന്ന് ഉറങ്ങുന്നത് എനിക്ക് കാണാൻ പറ്റും ഇവിടെ. അതൊക്കെ എന്ത് പ്രൈവസിയാണുള്ളത്? ചില സീറ്റുകൾക്ക് മാത്രമേ പ്രൈവസി ഉള്ളൂ. പിന്നെ ട്രേ ടേബിൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ സാധനമൊക്കെ നമ്മുടെ കാലിതേ കൊള്ളും. അതിൻ്റെ ഒരു സംഭവമൊക്കെ മൊത്തത്തിൽ ഈ ഡിസൈൻ ഉള്ള ഡിസൈൻ, ഇതിലുള്ള ഡിസൈനിലുള്ള അല്ലെങ്കിൽ ഇതിലും മോശം ഡിസൈനിലുള്ള എന്താ പറയുക ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്. എയർ ന്യൂസിലാൻഡിൻ്റെ ഒരു വിമാനമുണ്ട്, അതിൻ്റെ ഭയങ്കര കോമഡിയാണ്. അതിൻ്റെ സീറ്റ് എല്ലാം ഇങ്ങനെയാണ്, അതായത് അയലിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ അതിൻ്റെ സീറ്റൊക്കെ ഭയങ്കര കോമഡിയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വിയേർഡ് സീറ്റിംഗ് കോൺഫിഗറേഷനിലുള്ള ഒരു വിമാനമാണതെന്നാണ് എല്ലാവരും പറയുന്നത്. ഭയങ്കര രസമാണ്. അങ്ങനെ എയർ ന്യൂസിലൻഡിനും പിന്നെ വേറെ ആർക്കാണ്ടൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ വെക്കാം. ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൂടെ പോകുന്ന ഒരാൾ തട്ടും, ഇതിപ്പോൾ നമ്മുടെ ദേഹത്ത് തട്ടും, മനസ്സിലായില്ലേ? ശരിക്കും ലിറ്ററലി തട്ടും. അങ്ങനത്തെ ഒരു സീറ്റിംഗ് ലേ ഔട്ടായത്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ല പ്രൈവസിയാണ്. അതേപോലെ ശ്വേതയുടെ ഋഷിയുടെ സീറ്റിലിരിക്കുന്ന ആൾക്കാർക്ക് നല്ല പ്രൈവസിയാണ്. ഇപ്പോൾ ഋഷിയും ശ്വേതയും അകത്തിരുന്ന് നമുക്ക് കാണത്തു പോലും ഇല്ലല്ലോ, പക്ഷെ അവിടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാം. അതേപോലെ ഇപ്പുറത്തൊരാൾ കിടന്നുറങ്ങുന്നത് എനിക്ക് കാണാം. ഞാൻ ശ്വേത അപ്പുറത്തും ഇരുന്ന് ചിയേഴ്സ് പറയാൻ പോകണം. ഓക്കെ, ചിയേഴ്സ്. ഋഷി ഇരുന്ന് നോക്കും. Is it you? It's a mixed meat. Is it you cannot eat? It's veg. No vegetarian. Not vegetarian. You want vegetarian or what do you don't want to eat? I eat vegetarian. You want to strict vegetarian? Because for the Dutch course we don't have. Let me ask the person what we. If you have anything other than meat, something which doesn't have We meat. just are totally vegetarian. Totally. സോ ഋഷിക്കും ചേട്ടനും ഫുഡ് വന്നിരുന്നു. ഋഷിക്ക് എന്താ വന്നിരിക്കുന്നത്, ഇതൊരു ടൈപ്പ് ഓഫ് മീലാണ്, ഹോങ്കോങ് സ്റ്റൈലാണ് ഫുഡ്. അപ്പോൾ അതിൽ ഫ്രൈഡ് നൂഡിൽസ് ഉണ്ട്. ഋഷി നൂഡിൽസ് കഴിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ കപ്പ് കേക്ക് ഉണ്ട്. എനിക്ക് ബേസിക്കലി ഞാൻ പ്രീ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് പ്രീ ബുക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. സോ അവർ പറഞ്ഞു
അവർക്ക് എനിക്ക് തരാൻ പറ്റിയത് വെജായിട്ട് ഒന്നുമില്ല. സോ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ, പക്ഷെ ഇപ്പം കിട്ടിയിട്ടില്ല. സോ ഈ ഓൺലി വാസ് പ്രീ ബുക്ക് ചെയ്യണം നമ്മൾ സൈറ്റിലൂടെ. നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അത് പ്രീ ബുക്ക് ചെയ്യാം. സോ ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ, അതായത് ചിലവർ പോർക്ക് കഴിക്കൂല, ബീഫ് കഴിക്കൂല, അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം, അവിടെ സൈറ്റിലുണ്ടാവും. അതനുസരിച്ച് നമുക്ക് നോക്കൂ ഗൈസ്, എക്കണോമി ക്ലാസ്സിലെ മീൽ ബിസിനസ് ക്ലാസ്സിലിരുന്ന് കഴിക്കുന്നതല്ലേ ഞങ്ങൾ. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മൾ അത് ഓൾറെഡി പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വിമാനത്തിൽ കയറിയിരിക്കുന്നത്. പക്ഷേ ബിസിനസ് ക്ലാസ്സിൽ ഡ്രിങ്ക്സ് കിട്ടും, ഷാമ്പെയിനും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എക്കണോമിയിലെ മീൽ അതേപോലെ കൊണ്ട് തന്നിരിക്കുകയാണ്. സാധാരണ ബിസിനസ് ക്ലാസ്സിൽ കയറുമ്പോഴത്തേക്കിനും തുണിയൊക്കെ വിരിച്ച് ഫൈൻ ഡൈനിങ് പരിപാടികളൊക്കെയാണ്. അങ്ങനത്തെ സംഭവമൊന്നുമില്ല, തുണി വിരിപ്പും പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഫുഡ് കൊണ്ട് തന്നു. ശ്വേതയ്ക്ക് മീൽസ് പ്രീ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ശ്വേത അവിടെ പാവം ഒന്നും കിട്ടിയില്ല. ഇത് എന്തോ ഒരു നൂഡിലാണ്. ഇത് നോൺ വെജ് ആണ് ബേസിക്കലി. ഇതിനകത്ത് എന്തോ ഒരു സംഭവമുണ്ട്, ചിക്കനോ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നൂഡിൽ വിത്ത് ഡംപ്ലിങ്സ് ആണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ലത്. ഇത് അതേപോലെ മറ്റേ തടിയുടെ സ്പൂണും ബാക്കിയുള്ള സംഭവങ്ങളും അതൊക്കെയാണ്. സത്യം പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ എയർ ഇന്ത്യയുടെയും അതേപോലെ തന്നെ എമിറേറ്റ്സും എത്തിഹാദും ഖത്തർ എയർവേസും അവരൊക്കെ എക്കണോമിയിൽ കൊടുക്കുന്ന മീൽ തന്നെ എന്ത് അടിപൊളി മീലാണ് നോക്കൂ അല്ലേ. അന്നേരം ഇതിനകത്ത് എക്കണോമിയിലെ മീൽ നോക്കിയും ഇതാണ് ഡെസേർട്ട് കപ്പ് കേക്ക് ഉണ്ടല്ലേ. ഇത് പറ്റ മോശം കേട്ടോ. എക്കണോമിയിലെ മീലാണ്, പറ്റ മോശമാണ്. ഒന്നുമില്ല, ഫുഡും ഒരു ടേസ്റ്റും ഇല്ല. ഇതാണ് ഇവരുടെ ഇൻഫർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. 4.25 മണിക്കൂറുണ്ട് ഇവിടുന്ന് ഹോങ്കോങ്ങിലേക്കുള്ള ഫ്ലൈറ്റ്. 4.25 മണിക്കൂർ. അത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടൈമാണ്. ഫുഡും കാര്യങ്ങളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ് ക്ലാസ് സീറ്റ് കിട്ടി എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഫുഡ് മാത്രമല്ല ഗൈസ്, ഇൻഫർടൈൻമെൻ്റ് ഇല്ല. വെറുതെ അല്ലേ ഇത്രയും ചെറിയ പൈസയ്ക്ക് ഈ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് കൊടുക്കുന്നത്, മനസ്സിലായില്ലേ? ഇൻഫർടൈൻമെൻ്റൊക്കെ നമ്മൾ ഇതിനകത്ത് കാണണം. ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നില്ല, ഉണ്ട് സാധനമുണ്ട്, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് വൈഫൈ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇവരുടെ വെബ്സൈറ്റ് പോലത്തെ ഒരു സാധനം എടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത് കാണണം. അതാണ് എൻ്റെ പരിപാടി. എന്നാലേ നമുക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ കിട്ടുള്ളൂ. ചൈനീസ് മൂവീസ് ഇഷ്ടംപോലെ ഉണ്ട്, കൊറിയൻ മൂവീസ് ഉണ്ട്, അങ്ങനെ കുറേ പടങ്ങളൊക്കെ. ഋഷിയും ശ്വേതയും രണ്ടുപേരും നല്ല ഉറക്കം അവിടെ. ഫുൾ ഇരുട്ടല്ലേ. ഈ എയർബസ് A330 ഞാൻ അധികം യാത്ര ചെയ്യാത്തൊരു വിമാനമാണ്. ഇതിൻ്റെ ലേ ഔട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. ഇതിൻ്റെ ടോയ്ലറ്റ് വരുന്നത് കോക്ക്പിറ്റിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ്. നല്ല സ്പേഷ്യസ് ടോയ്ലറ്റ്. ഇവിടെ ഒരു വിൻഡോയും കൂടെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഋഷി ഇത്ര നേരം നല്ല ഉറക്കമായിരുന്നു. ഋഷി ഇപ്പോൾ എണീറ്റു. കുറേ നേരം ഉറങ്ങി ഋഷി. ഉറങ്ങി വേടാ? നല്ല ഉറക്കമായിരുന്നു ഋഷി. ഞാനും കുറച്ച് നേരം ഉറങ്ങി, ഒരു മണിക്കൂറോളം, 1.5 മണിക്കൂറോളം ഉറങ്ങി ഞാനും. എൻ്റെ ബെഡ് അതായത് എൻ്റെ സീറ്റ് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നല്ല. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊരു ഉറക്കത്തിൻ്റെ ഒരു ഫീല് കിട്ടിയില്ല. ഋഷി എണീറ്റ് അവൻ നല്ല ഉറങ്ങി കേട്ടോ. അവൻ്റെ ഒരു 2-2.5 മണിക്കൂർ ഉറങ്ങി. ഇന്ന് രാവിലെ എണീറ്റല്ലേ, ഇന്ന് രാവിലെ 4 മണിക്ക് എണീറ്റാ. ഉണ്ടോ പൈലറ്റ്? പോയിട്ടോ ഋഷി ഇപ്പൊ കണ്ടോ പൈലറ്റ് ഇരിക്കുന്ന സ്ഥലം? കാണിച്ചു കൊടുത്തു ശ്വേത. അവന് ഡൗട്ടായിരുന്നു മൊത്തത്തിൽ പൈലറ്റ് എവിടെ ഇരിക്കുന്നതെന്ന്. കാരണം ചെറിയ വിമാനത്തിൽ നമുക്ക് പെട്ടെന്ന് കാണാമല്ലോ. ഇത് കയറി വന്നപ്പോൾ കണ്ടില്ലല്ലോ. ഞങ്ങളിപ്പം ബാത്റൂമിൽ പോയപ്പോൾ കാണിച്ചു കൊടുത്തു. ഓ ആണോ? വന്ദേ ഭാരതിന്റെ കളർ ആ സീറ്റിനൊക്കെ, അതാ വന്ദേ ഭാരത് പോലെയാണ്. നമ്മൾ ആക്ച്വലി ആ വന്ദേ ഭാരതിനകത്താണ് ഇരിക്കേണ്ടിയിരുന്നത്. നമ്മൾ ഇങ്ങോട്ട് മാറിയെന്നേ ഉള്ളൂ. ഋഷിക്ക് ഇഷ്ടപ്പെട്ടു. ഋഷി കിടന്നുറങ്ങി. ഋഷി ഗുഡ് ബോയ് ആയിരുന്നു. നമ്മുടെ മുത്ത് ന്യൂഡിൽസ് തിന്നു. നൂഡിൽസ് കഴിച്ചു. വെരി ഗുഡ്. നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകണേ. ഈ സാധനം കണ്ടോ? ഇത് പൊക്കം താക്കുകയും ചെയ്യായിരുന്നു അല്ലേ. അതായത് ഇപ്പോൾ ഞങ്ങൾ അമ്മി വഴക്കുണ്ടാക്കുകയാണ്, എനിക്ക് ക്ഷേത്രം മോൻ കാണണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് പൊക്കം താക്കുകയൊക്കെ ചെയ്യാം. അതാണ് അതിൻ്റെ പരിപാടി. ഇതെങ്ങനെ പൊക്കുന്നത്? പൊക്കി കാണിച്ച്. ഇത് പൊക്കായിരുന്നു, ഫുള്ള് പൊക്കം. പ്രൈവസി ഉണ്ട്, പ്രൈവസി. ലാൻഡ് ചെയ്യുന്ന സമയത്തേക്കും ഋഷിയുടെ അപ്പുറത്ത് വരിക്കാൻ പറഞ്ഞ് ഞാൻ ഋഷിനെ അപ്പുറത്ത് കൊണ്ടിരുത്തി. ഇവിടെ കൊണ്ട് ബെൽറ്റൊക്കെ ഇട്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ക്രൂ ആണ്, നല്ല സ്റ്റാഫാണ്. സ്റ്റാഫൊക്കെ ഋഷിനെ കയ്യിലെടുത്തു. സാധാരണ അവരങ്ങനെ ഇതാവുന്നല്ലോ. പക്ഷേ സ്റ്റാഫൊക്കെ സ്റ്റാഫ് അവനെയും അവൻ സ്റ്റാഫിനെയും കയ്യിലെടുത്തു എല്ലാവരെയും. ഈ സാധനം കണ്ടോ? ഇത് 5100 എന്ന് പറഞ്ഞിട്ട് ടിബറ്റ് സ്പ്രിംഗ് വാട്ടറാണ് എഴുതിയിരിക്കുന്നത്. ഗ്ലേഷ്യൽ മിനറൽ വാട്ടറാണ് എഴുതിയിരിക്കുന്നത്. നോക്കിയപ്പോഴാണത് ടിബറ്റിൽ ഉണ്ടാക്കുന്ന വെള്ളമാണ്. ടിബറ്റിലെ വെള്ളം ഞങ്ങൾ ഇവിടെ വിമാനത്തിലിരുന്ന് കുടിച്ചു. ഇത് ബോട്ടിലിൻ്റെ ടിബറ്റാണ് എഴുതിയിട്ടുണ്ട്. അവനെ കാണുന്നില്ല വിൻഡോയിലൂടെ, അത് ആവേശമാണ്. ഇവിടെ ഇരുന്നിട്ട് അപ്പുറത്തെ സീറ്റായിരുന്നെങ്കിൽ അവന് ശരിക്കും കാണാമായിരുന്നു. 5 മണിക്കൂർ
പറഞ്ഞതിന് ശേഷം നമ്മൾ ഹോങ്കോങ്ങിൽ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും 5 മണിക്കൂർ ഇത് രണ്ടും സെയിം ടൈംസാണ്. അവിടെ ഇവിടെയും സെയിം ടൈംസാണ്. പിന്നെ എല്ലാം കൂടെ താഴെ വീഴും. കുട്ടിയൊക്കെ താഴെ വീണ കേസ്. ഹൗസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ഹോങ്കോങ് എയർലൈൻസ്? നല്ലതാണ്, നല്ല സ്റ്റാഫായിരുന്നു. അടിപൊളി, സ്റ്റാഫ് അടിപൊളിയായിരുന്നു. എനിക്ക് സീറ്റ് കിടക്കാൻ ഇഷ്ടപ്പെട്ടില്ല. നിൻ്റെ ബെഡ് വാസ് ഓക്കെ ആയി ഗസ്, എൻ്റെ ബെഡ് വാസ് നോട്ട് ഓക്കെ. പിന്നെ ഫുഡ് എനിക്ക് ഫുഡ് അവർ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ലെന്ന്. പക്ഷെ ബാക്കിയുള്ളവർക്ക് അവർ മറ്റേ ടേബിൾ അല്ല മറ്റേ ഇത് എന്താ പറയുക, ട്രെയിൽ തുണിയൊക്കെ വിരിച്ച് അങ്ങനെയാണ് കൊടുത്തത്. നമുക്ക് ഡൈനിങ് എക്സ്പീരിയൻസ് വാസ് എക്കണോമിക് ഫുഡ് വിത്ത് ബിസിനസ് ക്ലാസ് ഡ്രിങ്ക്, അത്രേ ഉള്ളൂ. പക്ഷെ മൊത്തത്തിൽ ഓക്കെ. ഈ കൊടുത്ത പൈസക്ക് വർത്താ. എന്റെ മുത്ത് ഒന്നും ഇല്ലാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഋഷി സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്യാബിനാണ്. ഇത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളത് വലിയൊരു ഡ്രോബാക്ക് ആണ്. ഇൻഫ്ലൈറ്റ് എന്റർടൈൻമെന്റ് അത് മാത്രമാണുള്ളത്. Thank you. Yeah, thank you. Come on. അയ്യോ, ഉമ്മയൊക്കെ കൊടുക്കണം. ദൈവമേ, ആ വിമാനത്തിന് ഉമ്മയൊക്കെ കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. ഇവിടെ മൊത്തം ഹോങ്കോങ് എയർലൈൻസ് ആണല്ലോ. അത് നീ അല്ലേ അവിടെ ഇവിടെയൊക്കെ പോയി തൊട്ടത്? അവിടെ ആ ജിജിയുള്ള സ്ഥലത്താണോ നീ പോയി ഉമ്മ കൊടുത്തത്? ഏതൊക്കെയോ കയ്യിൽ ഗ്രീസൊക്കെ ആയി അവിടെ ഇവിടെയൊക്കെ പോയി തൊട്ടിട്ട്. അങ്ങനെ വെൽക്കം ടു ഹോങ്കോങ് ഗൈസ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ബിസിനസ് ക്ലാസ് യാത്ര ഞങ്ങൾക്ക് ഇവിടെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അടിപൊളിയല്ലേ? അത് വേറെ ലോട്ടറി ആയിരുന്നു ആ പ്രൈസിന് കിട്ടാന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിനി ഹോങ്കോങ്ങിൽ ഏതാനും ദിവസങ്ങളുണ്ടാവും. ഏതാനും ദിവസങ്ങളല്ല, കുറച്ചധികം ദിവസമുണ്ട്. വി വിൽ ബി എക്സ്പ്ലോറിങ് ലോട്ട് ഓഫ് പ്ലേസസ് ഹിയർ. ഇവിടെ കാത്തെ പസഫിക്കിൻ്റെ ബോയിങ് 747 ഒക്കെ പോകുന്നു. എൻ്റെ അമ്മ കാർഗോ അല്ലേ ഇപ്പം എല്ലാം. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ വിത്ത് അനദർ വീഡിയോ. അതുവരേക്കും ബൈ ഫ്രം ഹോങ്കോങ്. Bye bye.